മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുട്ട എന്തുകൊണ്ടും എല്ലാവർക്കും നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ദിവസവും നമ്മൾ ഒരു മുട്ടയെങ്കിലും കഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. മുട്ടയുടെ തോട് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് മുട്ട പുഴുങ്ങുന്ന സമയത്ത്. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതാണ് മുട്ടയുടെ ആ ഒരു കറക്റ്റ് വേവുന്ന സമയം. മുട്ട വേവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും മുട്ട വേവ് കൂടി കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞയുടെ പുറം ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് കളർ വന്നത് കാണാം. അപ്പോൾ അത്രത്തോളം മുട്ട വേവിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടും. കൂടിപ്പോയാൽ ഒരു 12 മിനിറ്റ്. ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം, അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ മുട്ട എത്രത്തോളമാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഞാനിവിടെ കാശ്മീരി മുളകും പിന്നെ എരിവുള്ള മുളക് ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു കാശ്മീരി മുളകും ഒരു എരിവുള്ള മുളകിൻ്റെ ഒരു പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ആ ഒരു ചെറിയുള്ളിൻ്റെ കളറൊക്കെ ഒന്നങ്ങ് മാറി, അതുപോലെ ആ ഒരു മുളകും കറിവേപ്പിലയും എല്ലാം ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഒന്നങ്ങ് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കേട്ടോ, ഒരു പിടിയുടെ പകുതി അത്രയും മല്ലിയിലയും ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. പൾസ് ചെയ്ത് അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്കൊന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്, പെട്ടെന്ന് ഇതുപോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയെല്ലാം തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കത്തീൻ്റെ കൂടെ പറ്റി പിടിച്ചിട്ട് ആ ഒരു മഞ്ഞയും കൂടി ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും ഒരു ചെറിയ ടിപ്പുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തി ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ പുറത്തേക്ക് വരില്ല, മഞ്ഞ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ 4 മുട്ടയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളമാണോ മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മറ്റേ പീസ് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു മുട്ടയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇനി ഈ മസാലയുടെ കൂടെ അങ്ങ് മുട്ട കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്